കസാഖിസ്ഥാനിലെ അൽമാട്ടി നഗരത്തിന് സമീപമുള്ള ഷിംബുലാക് എന്ന എന്റർടൈൻമെന്റ് പ്രദേശത്തെത്തിയിരിക്കുകയാണ് ഞാൻ. അവിടുത്തെ ലാസ്കാല എന്ന കൊടുമുടിയുടെ മുകളിലാണ് ഇപ്പോൾ. ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളും സ്കീയിങ് സ്ലോപ്പുകളുമൊക്കെ ചേർന്നൊരു പ്രദേശമാണിത്. വിന്ററിലാണ് ഇവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത്. എന്നാൽ സമ്മറിലും ആളുകൾ വരുന്നുണ്ട്. സഞ്ജു എന്ന മലയാളി സുഹൃത്തിനൊപ്പമാണ് ഞാൻ ഈ മലമുകളിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആ മലമുകളിലൂടെ നടത്തം തുടർന്നു. വേനൽക്കാലത്തിന്റെ അവസാന നാളുകളാണിത്. മഞ്ഞുകാലം തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും ഇവിടെ നല്ല മഞ്ഞുണ്ട്. ഞാൻ ഒക്ടോബറിലാണ് ചെല്ലുന്നത്. നവംബർ ആകുമ്പോഴേക്കും ഇവിടം മഞ്ഞിനാൽ മൂടും. ഡിസംബർ മുതൽ ഏപ്രിലിന്റെ പകുതി വരെയും ഇവിടം മഞ്ഞിനാൽ മൂടിക്കിടക്കുകയാവും. ജൂണിലാണ് മഞ്ഞ് ചെറുതായിട്ട് കുറയുക. ആ മുന്നിൽ കാണുന്ന സ്ലോപ്പ് സ്കീയിങ്ങിന്റെ വേദിയാണ്. നൂറുകണക്കിന് ആളുകളാണ് സ്കീയിങ്ങിനു വേണ്ടി ഇവിടെ വരുന്നത്. സ്കീ ചെയ്തങ്ങ് താഴേക്ക് പോകാം. അതിമനോഹരമായൊരു സ്കീയിങ് സെന്ററാണിത്. യൂറോപ്പിൽ നിന്ന് ധാരാളം ആളുകൾ സ്കീയിങ്ങിനായി ഇവിടെ എത്തുന്നു. ഒരു ചെയർലിഫ്റ്റ് സ്റ്റേഷനാണ് അക്കാണുന്നത്. അവിടെ നിന്ന് ചെയർലിഫ്റ്റിൽ ഏറ്റവും മുകളിലേക്ക് പോകാം. മുകളിലെത്തി അവിടെ നിന്നാണ് സ്കീ ചെയ്ത് താഴേക്ക് വരിക. വീണ്ടും ചെയർലിഫ്റ്റിൽ മുകളിലേക്ക് പോയി പിന്നെയും താഴേക്ക് മഞ്ഞിലൂടെ തെന്നിയിറങ്ങും. അതാണ് വിനോദം. മധ്യേഷ്യയിലെ ഏറ്റവും ഗംഭീരമായ സ്കീ റിസോർട്ട് ഇതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞതും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് താഴെ അൽമാട്ടി നഗരം കാണാം. ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ടാണ് നഗരം ഇവിടെ നിന്ന് കാണുന്നത്. ഇനി മുകളിലേക്ക് പോകാനുള്ള കേബിൾ കാർ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് കാരണം. ഇവിടെ ഒരു സംഗതി വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 360 ഡിഗ്രിയിൽ വീഡിയോ എടുക്കുന്ന സംവിധാനമാണ്. വേണമോ എന്ന് ഇവിടെ നിൽക്കുന്നയാൾ ചോദിച്ചു. 360 ഡിഗ്രിയിൽ എന്റെ ക്യാമറ കൊണ്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നടന്നു. ഇവിടെ ചില എ ഫ്രെയിം ക്യാബിനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ചെയർലിഫ്റ്റ് ആളുകളെ ഇറക്കി യു ടേൺ എടുത്ത് തിരിച്ചു പോകുന്ന കേന്ദ്രമാണിത്. ഈ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിറങ്ങിയതും. യന്ത്ര സംവിധാനങ്ങളുള്ള ഭാഗത്തെ കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അവിടെയടുത്ത് ചെറിയൊരു കെട്ടിടമുണ്ട്. അതിലേക്ക് നടന്നു. ലാസ്കാല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. ചുറ്റും മഞ്ഞിനാൽ മൂടി നിൽക്കുന്ന പർവ്വത പ്രദേശം. ഇതൊന്നുമല്ല ഇവിടുത്തെ മഞ്ഞ്. ഏറ്റവും കടുത്ത വേനലിലും ഇത്രയും മഞ്ഞിവിടെയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3200 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം. ശരിക്കും ലാസ്കാല എന്നത് ഒരു റെസ്റ്റോറന്റ് ആണ്. ഷിംബുലാക് മൗണ്ടൻ റിസോർട്ടിന്റെ ഭാഗമായ റെസ്റ്റോറന്റ്. പിന്നീട് ഈ സ്ഥലത്തിന്റെ പേരു തന്നെ ലാസ്കാല എന്നായി മാറുകയായിരുന്നു. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ലാസ്കാല റെസ്റ്റോറന്റിന്റെ മുന്നിലെ പ്ലാറ്റ്ഫോമാണ്. നിലത്തെല്ലാം മഞ്ഞു വീണ് കിടക്കുന്നു. വെയിൽ തെളിയുമ്പോൾ അത് ഉരുകിപ്പോയിക്കൊള്ളും. റെസ്റ്റോറന്റിനകത്തും പുറത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. മേശയുടെ മുകളിലൊക്കെ ഐസ് പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഐസിന്റെ ഒരംശം പോലുമില്ലാത്ത താഴ്വാരവും. താഴെ നിന്ന് ചെയർലിഫ്റ്റിൽ ധാരാളം ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ചെയർലിഫ്റ്റും വരുമ്പോൾ അതിൽ 2-3 ആളുകൾ വീതം വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റ് കഴിയും തോറും ഇവിടെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ മേശയിലെല്ലാം ഐസ് ആയതുകൊണ്ട് സഞ്ജു റെസ്റ്റോറന്റിന് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചാണ് അകത്ത് കയറിയത്. അകത്ത് പ്രധാനമായിട്ടുള്ളത് ബാറാണ്. സെൻട്രൽ ഏഷ്യയിലും റഷ്യയിലുമൊക്കെ വോഡ്കയും മറ്റു മദ്യങ്ങളും കുടിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല. സഞ്ജു ഒരു വോഡ്കയും ഞാനൊരു കപ്പുച്ചീനോ കാപ്പിയും പറഞ്ഞു. രാവിലെ എങ്ങനെയാണ് വോഡ്ക കഴിക്കുന്നത്? ഇവിടെ പക്ഷേ രീതി ഇങ്ങനെയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ ഓരോ വോഡ്ക കഴിക്കും. പുറത്തൊക്കെ കൂടുതൽ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. പലരും റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. വോഡ്ക വന്നു. സഞ്ജു അതൊരു ഷോട്ട് കഴിച്ചു. 50 മില്ലിലിറ്ററാണ് ഇവിടുത്തെ ഒരു ഷോട്ട്. പുറത്ത് വെയിൽ കാഞ്ഞ് വോഡ്ക കഴിക്കുന്നവർ. ഈ ഷോട്ട് ഗ്ലാസിനെ കുറിച്ചാണ് സഞ്ജു പറയുന്നത്. 50 ml ഷോട്ട് ഗ്ലാസുകളാണ്. ഗിഫ്റ്റായിട്ടൊക്കെ ഈ നാട്ടുകാർ കൊടുക്കുന്നത് ഈ ഷോട്ട് ഗ്ലാസ് ആണ്. അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് വോഡ്കയും അത് കഴിക്കുന്ന ഗ്ലാസുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ ആളുകൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും മറ്റും ഷോട്ട് ഗ്ലാസ് കൊടുക്കുന്നു. ഞാൻ കാപ്പി കുടിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് നടന്നു.
ഇറങ്ങിച്ചെല്ലുമ്പോൾ പുറത്ത് 2 പേർ ഇരിപ്പുണ്ട്. അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ ഞാൻ സഞ്ജുവിനെ വിട്ടു. ഞാനൊരു അഭിമുഖം നടത്തട്ടെ, അവരുടെ ജീവിതാനുഭവങ്ങൾ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അവർ റെഡിയാണ്. സഞ്ജു കൂടെയിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. സഞ്ജു റഷ്യനിൽ അവരുമായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം അൽമാട്ടിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. റഷ്യയിലെ ക്രാസ്നയാസ്ക് എന്ന സൈബീരിയൻ പ്രദേശത്താണ് ഇദ്ദേഹം വസിക്കുന്നത്. 2 പേരും സഹോദരന്മാരാണ്, ഇരട്ടകൾ. സൈബീരിയൻ പ്രദേശത്തെ ക്രാസ്നയാസ്ക് ഞാൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞു. They were born in Almaty, both of them. And then he stayed. ഇവർ 2 പേരും അൽമാട്ടിയിലാണ് ജനിച്ചത്. ആന്ദ്രേ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇളയവനാണ് ആന്ദ്രേ. വളർന്നപ്പോൾ ആന്ദ്രേ ക്രാസ്നയാസ്കിലേക്ക് പോയി. അവിടെയാണ് ബിസിനസ്. ഇപ്പോൾ അവധിയിലാണ്. അതിനാൽ സഹോദരനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ആന്ദ്രേ ക്രാസ്നയാസ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ് നടത്തുന്നത്. ചേട്ടൻ സെർഗി അൽമാട്ടിയിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്നു. He's into construction. He's also into construction. One in Russia and ഇത് ആന്ദ്രേ, ഇത് സെർഗി. തങ്ങൾ ജനിച്ച കാലത്ത് ഏറ്റവും പ്രശസ്തമായ 2 പേരുകളായിരുന്നു ആന്ദ്രയും സെർഗിയും. Он говорит тут очень много Сергей и Андрей. അതുകൊണ്ടാണ് തങ്ങൾക്ക് ആ പേര് വന്നതെന്ന് അവർ പറയുന്നു. Да, когда мы родились, было популярно, все назвали. ഇപ്പോൾ പുതിയ പല പേരുകളും വന്നു കഴിഞ്ഞുവെന്നും പറയുന്നുണ്ട്. And Andrei, so that is why. സോവിയറ്റ് കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. Прекрасно помню. Very well, yes. സോവിയറ്റ് കാലത്തെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്നാണ് മറുപടി. They're asking. ഇവരുടെ യൗവനമൊക്കെ സോവിയറ്റ് കാലമായിരുന്നു. Ну, അതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. после этого, ну, было все спокойно, никаких проблем, в смысле അതൊരു ഗംഭീര കാലഘട്ടമായിരുന്നു എന്ന് സെർഗിയുടെ വിശദീകരണം. Wonderful. It was amazing. образование, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഫ്രീ ആയി കിട്ടുമായിരുന്നു. It was great. ജീവിതം നല്ല സൗകര്യപ്രദമായിരുന്നു. уверенность, завтрашний день, നാളെക്കുറിച്ച് ആശങ്കകൾ ആർക്കുമില്ലാത്ത നാളുകൾ. Everything was going to be okay tomorrow. никто не переживал. നാളെ ഭക്ഷണമുണ്ടെന്നും തൊഴിലുണ്ടെന്നും ഉറപ്പുണ്ടായിരുന്നു. Money or not. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ ഒരു കാലത്തെ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് സാധ്യമല്ലല്ലോ എന്നാണ് മറുപടി. ഇന്നത്തേത് വ്യത്യസ്തമായൊരു ലോകമാണ്. Наверное, это невозможно. ചില കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ സോവിയറ്റ് കാലത്തേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ട്. Сейчас другой мир. എന്നാൽ ചില കാര്യങ്ങളുടെ പേരിൽ മടങ്ങാനുള്ള ആഗ്രഹമില്ല താനും. Охота вернуть оттуда. അന്ന് കിട്ടിയിരുന്ന പൊതുവായ സൗകര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. Wants to go back. എല്ലാം സൗജന്യവുമായിരുന്നു. Don't want to go back. So, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മത്സരത്തിന്റെ യുഗമാണ്. മത്സരിച്ചെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്റെ സ്പേസ് യാത്രയെക്കുറിച്ച് സഞ്ജു ഇവർക്ക് പറഞ്ഞുകൊടുത്തു. വെർജിന്റെ അമേരിക്കൻ കമ്പനിയിലൂടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും അമേരിക്കക്കാരുടെ ഒപ്പം പോകരുതെന്നാണ് സെർഗി പറയുന്നത്. saying it's best to fly from Baikonur. Don't go there. ബൈക്കനൂരിൽ നിന്ന് കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നും Americans best to fly from Baikonur. ആ യാത്രയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സഞ്ജു പറഞ്ഞുകൊടുത്തു. Он летит, это как самолет, это летит. И да, это другой разный сафари. ഇവിടെ വോഡ്കയോടുകൂടി കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. You should have അതിന്റെ പേര് സലിയോത്ക എന്നാണ്. ടച്ചിങ്സ് ആണ്. Salyotka. സപ്പോസ്കി എന്നും പറയും. The cucumber. എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് സഞ്ജു പറഞ്ഞു തന്നു. മത്സ്യം, കുക്കുംബർ, ബ്രെഡ്, ചീസ്, ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെയുണ്ട്. ടച്ചിങ്സ്, നമ്മുടെ നാട്ടിലെ ടച്ചിങ്സ്. ഇവിടെ വോഡ്ക കുടിക്കുമ്പോഴുള്ള ഏറ്റവും പ്രശസ്തമായ ടച്ചിങ്സ് ഇതാണ്. നമ്മുടെ നാട്ടിലും മദ്യത്തിനൊപ്പം ചില പ്രത്യേക ടച്ചിങ്സ് ഒക്കെ ഉണ്ടല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു. Младший в школе учится, старший. സെർഗിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, മറ്റൊരാൾ സ്കൂളിലും. ആന്ദ്രയ്ക്ക് ഒരു മകൻ മാത്രമാണുള്ളത്. അയാൾ വക്കീലാണ്. in Russia. ഇവിടെ സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. വെറുതെ സംസാരിക്കാൻ ചെന്നാൽ പോലും ഓരോ വോഡ്ക ഷെയർ ചെയ്യുന്നു. അത് ടോസ്റ്റ് ചെയ്യുന്നു.
ഓരോ തവണ വോഡ്ക കഴിക്കുമ്പോഴും ചിയേഴ്സ് പറയണം. Yeah, thank you. നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം എന്തോ മോശം കാര്യമായിട്ട് തോന്നും. ഇതൊക്കെ ഇവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളാണ്. രാഷ്ട്രീയക്കാരും സാധാരണക്കാരും പണ്ഡിതരും വൈദികരുമൊക്കെ ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ രീതിയിൽ നമ്മൾ ലോകത്തെ അളക്കരുത്. ഹിപ്പോക്രസിയാണല്ലോ നമ്മുടെ പ്രധാന കാര്യം. അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഞങ്ങളിനി താഴേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ചെയർ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഇനി കാണാൻ കാഴ്ചകളൊന്നുമില്ല താനും. ഇപ്പോൾ നേരം 11 മണിയായി. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയാവുമ്പോഴേക്കും ഇവിടെ നിറയെ ആളുകളാവും. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ 3 പെൻഡ്രൈവുകൾ. ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. മടക്കയാത്രയ്ക്ക് ചെയർ ലിഫ്റ്റിൽ കയറാൻ ഇവിടെയാണ് നിൽക്കേണ്ടത്. ഒരു തറയിൽ കയറി അങ്ങനെ നിൽക്കണം. താഴെ നിന്ന് വരുന്ന സീറ്റ് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ പുറകിലെത്തും. 4 പേർക്കിരിക്കാവുന്ന ചെയറാണ് അത്. സാവധാനം നമ്മുടെ പുറകിൽ വന്നിടിക്കും. അപ്പോൾ അങ്ങോട്ട് ഇരുന്നു കൊടുത്താൽ മതി. മുകളിൽ നിന്ന് ഒരു ബാരിയർ താഴേക്ക് വരും. അതിൽ നമുക്ക് കാലും വെക്കാം, കൈ പിടിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. താഴേക്കുള്ള കാഴ്ച ഇന്ന് വളരെ ക്ലിയർ ആണെന്നാണ് സഞ്ജു പറയുന്നത്. ചില ദിവസങ്ങളിൽ കട്ടിയുള്ള മൂടൽമഞ്ഞായിരിക്കും. അൽമാട്ടി ഒരു താഴ്വാര നഗരമാണ്. ചുറ്റും മലകളാണ്. അതുകൊണ്ട് വായു സഞ്ചാരം കുറവായിരിക്കും. ഇന്ന് ഭാഗ്യമുണ്ടെന്നാണ് സഞ്ജു പറയുന്നത്. സഞ്ജു കസാക്കിസ്ഥാനിൽ എത്തിയ കഥയൊന്ന് പറയാൻ ഞാൻ പറഞ്ഞു. മേഴ്സ്ക് ലൈൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിൽ ഞാൻ പഠിച്ചത് സേക്രഡ് ആർട്സ് കോളേജിൽ കൊച്ചി. അത് കഴിഞ്ഞിട്ട് മേഴ്സ്ക് ലൈനിലേക്ക് ജോലിയായി ബാംഗ്ലൂരും ചെന്നൈയൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുവൈറ്റിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു. അസിസ്റ്റന്റ് മാനേജർ, നല്ല പോസ്റ്റായിരുന്നു, നല്ല സാലറി ആയിരുന്നു. അപ്പോൾ എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അൽമാട്ടിയിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, സൈമൺ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയും ലോജിസ്റ്റിക്സ് തന്നെ എൻ്റെ പാർട്ട്ണർ, ക്ലയൻറ്റ് നല്ല പാർട്ട്ണർ, ലോജിസ്റ്റിക്സ് ആയിട്ട് തന്നെ. അപ്പോൾ പുള്ളി ഞാൻ കുറേ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയിലും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ വന്നു. അപ്പോൾ ഞാൻ പുള്ളി എടുത്തോണ്ട് സാർ ഞാൻ പോകണയാണ്, കുവൈറ്റിലേക്ക് പോകണയാണ്, കാര്യം നല്ല ഓഫറാണ്, പാക്കേജാണ്, കമ്പനി നല്ലതാണ്. അപ്പോൾ പുള്ളി എടുത്ത് പറഞ്ഞു, എടാ ഞാൻ നിനക്ക് ഇവിടെ ഇതേ സംഭവത്തിൽ സെയിം ഒരു ഓഫർ അൽമാട്ടിയിലേക്ക് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ മേഴ്സ്ക് ലൈൻ എവിടെ ഇരിക്കുന്നത് സാറിന്? കാരണം മേഴ്സ്ക് ലൈൻ ഇസ് നമ്പർ 1 കമ്പനി ഇൻ ദ വേൾഡ് ലോജിസ്റ്റിക്സിൽ, കണ്ടെയ്നർ ഷിപ്പിംഗിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് 25 വയസ്സല്ലേ, നിനക്ക് ഗൂഗിൾ ഉണ്ടോ? ഞാൻ പറയാനുണ്ട്. ഗൂഗിൾ ചെയ്യും. കുവൈറ്റ്, പുള്ളി പറഞ്ഞു കുവൈറ്റ് ആൽക്കഹോൾ ക്ലബ്സ്. അപ്പോൾ കുവൈറ്റിൽ ക്ലബ്ബും ഇല്ല, ആൽക്കഹോളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അണ്ടർസ്റ്റുഡ്. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി അൽമാട്ടി ക്ലബ്സ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റും. നോക്കുമ്പോൾ സാറേ ടക്ക് 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 25 വയസ്സ്. ഹീസ് ഗിവിംഗ് മീ ദ സെയിം ഓഫർ. സോ ഐ ടുക്ക് എ റിസ്ക്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇത് ട്രൂ സ്റ്റോറി ആട്ടോ സർ. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പൻ. ആൻഡ് സൈമൺ ഗെയിമിൽ ഒരു ജോബ് ഓഫറും ഇല്ലാതെ ചുമ്മാ ഒരു വിസിറ്റ് വിസയിലാണ് പുള്ളി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വർക്ക് വിസയും അതും എല്ലാം ചെയ്തത്. ആൻഡ് ദർ ഹാസ് ബീൻ നോ ടേണിംഗ് ബാക്ക്. 2008 വന്നാണ്, ഇപ്പോൾ 15 years ആയി. 2023 ഐ എം സ്റ്റിൽ ഹിയർ. ഞാനിപ്പോൾ സൈമണിൻ്റെ ഒപ്പം അല്ല, സൈമൺ ഇവിടുന്ന് പോയി. അപ്പോൾ 2015 ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഗുഡ്രിച്ച് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഐ എം ഇവിടുത്തെ മൊത്തം CIS സെൻട്രൽ ഏഷ്യ, റഷ്യ ഇൻചാർജാണ് ഞാൻ. അപ്പോൾ ലൈഫ് ഇസ് ഗുഡ്. സഞ്ജു ഇവിടെ വന്ന കാലത്തു നിന്നും 15 വർഷങ്ങൾ കൊണ്ട് കസാക്കിസ്ഥാന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഒരു താരതമ്യം. സർ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാര്യം ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ സർ, ഫസ്റ്റ് ഓഫ് ഓൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി ആൾക്കാർ, ഇപ്പോൾ സാർ വന്ന് ഇത്ര നാളായി, ഇത്രയും കൂടി ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ആ സമയത്ത് എനിക്കൊരു ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു വീട്ടിൽ കൊണ്ടിട്ട്, മീൻസ് അവർ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. എൻ്റെ ഒപ്പം തന്നെ ഒരു പയ്യനെ എടുത്തിട്ടുണ്ടായിരുന്നു ജൂനിയറായിട്ട്. അപ്പോൾ മുട്ട വാങ്ങിക്കാൻ പോയി. മുട്ട വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുട്ട എവിടെയും കാണുന്നില്ല ആ കടയിൽ. ലാസ്റ്റ് ഞാൻ കോഴീനെ ബക് 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 എന്നിട്ട് ഇങ്ങനെ മുട്ട ഇടേണ്ട കാണിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഞാനൊരു 10 കോഴി മുട്ട വാങ്ങിച്ചത്. അപ്പോൾ ആ സിറ്റുവേഷനായിരുന്നു ആ സമയത്തൊക്കെ.
പിന്നെ ഗ്രാജുവലി ഇപ്പൊ ഇവിടെ ജീവിച്ച് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ റഷ്യൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകം. ഐ മീൻ റഷ്യൻ വൺ ഓഫ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് റഷ്യൻ. കസാക്കാണ് ഇവിടുത്തെ നാഷണാലിറ്റിയും ഇവിടുത്തെ കുറെ ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷെ റഷ്യൻ ഒരു ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ആണ്. ഐ മീൻ ഇഫ് യു വോണ്ട് ടു നല്ലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ, നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. കാര്യം എന്നാൽ മാത്രമേ ലോക്കൽ പീപ്പിളായിട്ട് കൂടുതൽ അടുത്തിഴകി മീൻസ് യു ക്യാൻ ബി ഇൻവോൾവ് വിത്ത് ദം ക്ലോസ്ലി. ഇവിടുത്തുകാർക്ക് ഇന്ത്യക്കാരോടുള്ള മനോഭാവം എന്താണെന്ന് ഞാൻ ആരാഞ്ഞു. അവർ ജനിച്ചു വളർന്നത് USSR സമയമുള്ള സാർ. അവർ ജനിച്ചു വളർന്നത് ജിമ്മിയും മേരാ ജൂത്ത ഹേ ജപ്പാനിയും സീത ആൻഡ് ഗീത ആ സിനിമയിലാണ് ഇവരൊക്കെ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനാണ്, ഒരു 60-65 വയസ്സുള്ള ഒരു ടാക്സിക്കാരൻ വണ്ടി കയറുന്ന ഇന്ത്യൻ മേരാ ജൂത്ത ഹേ ജപ്പാനി ജിമ്മി എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഗ്രീറ്റ് ചെയ്യണത് തന്നെ. അവർക്ക് ആ ഒരു കൾച്ചറാണ്. അതായത് അവരുടെ ഇതിൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും പ്രേമവും അതും ഇതൊക്കെയാണ്. അത് മീൻസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. അവർ ചിലപ്പോൾ പുതിയ സിനിമ കണ്ടു കാണാത്തതുകൊണ്ടായിരിക്കാം, പക്ഷെ ദേ സ്റ്റിൽ അസോസിയേറ്റ് ദംസെൽഫ് വിത്ത് ആ ഒരു പഴയ ഒരു കൾച്ചറായിട്ട്, അതായത് ഡാൻസും പാട്ടും അതും ഇതൊക്കെ ആയിട്ടുള്ള കൾച്ചറായിട്ടാണ് അവർ അസോസിയേറ്റ് ചെയ്യണത്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു നെഗറ്റിവിറ്റി ഉണ്ട് നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സാർ ഞങ്ങൾ കുറച്ച് ഇന്ത്യക്കാരുണ്ട് ഇവിടെ. ഇന്ത്യക്കാരും മലയാളികളൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജനറലൈസ് ചെയ്യും. ഇപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. അതായത് സാർ ഞാൻ പോലും ഇവിടെ ഇപ്പൊ സാർ കണ്ടു കാണും, സിഗരറ്റ് ബഡ് ഞാൻ താഴത്തിടാറില്ല. എന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ചിമ്പുലാക്ക് എന്ന് പറയുന്ന ഏരിയ വന്നിട്ടും പാൻപരാഗ് കഴിച്ച് തുപ്പി ഇട്ടുക, അത് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഒരു നെഗറ്റീവ് വൈബ് ഫോർ ദ എൻറ്റയർ കമ്മ്യൂണിറ്റി. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം സാർ, ഡെഫിനറ്റ്ലി. ഐ മീൻ കാര്യം ഈ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന ജനറലൈസേഷൻ ആണ്. അതായത് ആ മൊത്തം ഇന്ത്യക്കാരിങ്ങനെയാണ്. കേരളത്തിലേക്ക് എന്നെങ്കിലും മടങ്ങി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ജനിച്ച മണ്ണ് ഫോർട്ട് കൊച്ചിൻ, അവിടെ വന്ന് എൻ്റെ അടക്കം അവിടെ വേണമെന്നുണ്ട്. പക്ഷെ സാർ എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹോം അവേ ഫ്രം ഹോം. അങ്ങനെ ഞാൻ പറഞ്ഞു, ദിസ് മൈ സെക്കൻഡ് ഹോം. കാര്യം 15 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ, ഫാമിലി ഇപ്പം എൻ്റെ പട്ടി എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മദർ അവിടെയാണ്, എൻ്റെ സിസ്റ്റർ അവിടെയാണ്, എൻ്റെ ഫാമിലിയൊക്കെ അവിടെയാണ്. പക്ഷെ എന്നാലും ഒരു 15 days അല്ലെങ്കിൽ 30 days എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഐ എം സ്റ്റിൽ യൂസ് ടു ദ കൾച്ചർ ഹിയർ. ഐ എം സ്റ്റിൽ യൂസ് ടു ദി തിങ്സ് വിച്ച് ഇസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ ഐ എം മോർ, ഐ വുഡ് സേ ഒരു സെക്കൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന പോലെ ഈ കൺട്രിയുടെ. പക്ഷെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല എനിക്ക്. ദേ സ്റ്റിൽ കൺസിഡർ മീ ആസ് ദർ ഓൺ, ഇവിടുത്തെ ആൾക്കാരൊക്കെ. പക്ഷെ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ലാംഗ്വേജ് സംസാരിക്കുവാണെങ്കിൽ ദേ കൺസിഡർ യു ആസ് യർ ഓൺ. അല്ല, ലാംഗ്വേജ് സംസാരിക്കാതെ നമ്മൾ മസ്ലിം പിടിച്ചോണ്ടിരുന്നോണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കും നീ വലിയ പീസാണെന്ന് വിചാരിക്കും. അപ്പോൾ ദേ ഡോണ്ട് ഗിവ് യു ദാറ്റ് പ്രോക്സിമിറ്റി. ആ സമയം ആ ലാംഗ്വേജ് ബാരിയർ നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ then they consider you as your own. അൽമാട്ടി സെക്സ് ടൂറിസത്തിന്റെ ഒരു കേന്ദ്രമായാണല്ലോ അറിയപ്പെടുന്നത്. അത് ശരിയാണോ എന്നായി എന്റെ ചോദ്യം. നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണ് ഇതിങ്ങനെ ഒരു സ്പോട്ടാക്കി വെച്ചതും ഇതിങ്ങനെ ഒരു സംഭവം. കാര്യം അവർക്ക് ഭാര്യമാരടുത്ത് പറയാൻ പറ്റില്ല, തായ്ലൻഡിൽ പോകാൻ പറ്റും. കാര്യം തായ്ലൻഡ് ഓൾറെഡി ഹാസ് ദാറ്റ് ബാഡ് നെയിം. ഇതിപ്പോൾ അവർ വിചാരിക്കുന്ന കസാഖ്സ്ഥാൻ എന്ന് വയ്ക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ മറ്റേതുപോലെ ഒരു മുസ്ലിം കൺട്രി ഇതാണ്. അതായത് ഇന്ത്യക്കാരിവിടെ വരുന്നത് മസാജ് ചെയ്യാനാണ്. അപ്പോൾ ഇഫ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ദിസ് പ്ലേസ് ഇസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾ അങ്ങനെ ചെയർ ലിഫ്റ്റിൽ യാത്ര തുടരുകയായിരുന്നു. കുന്നുകളും താഴ്വരകളും എല്ലാം കടന്ന് അഗാധ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കേബിൾ നിന്നുപോയി. പിന്നെ എല്ലാവരും ആടിത്തൂങ്ങി അതിൽ കിടക്കുകയാണ്. ചിലർ കൂവുന്നു, ഉറക്ക വിളിക്കുന്നു. ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്. ഇടയ്ക്ക് നിർത്തിവെക്കും. പവർ ചേഞ്ച് ചെയ്യുന്നതോ കറണ്ട് പോകുന്നതോ ആയിരിക്കാം. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ചെയറുകൾ ഓടിത്തുടങ്ങി. ചെയർ ലിഫ്റ്റിലായതുകൊണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാം. ഗൊണ്ടോളയുടെ ചില്ലുകൂട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖകരമാണ്. ഷിംബുലാക്ക് സ്റ്റേഷൻ താഴെ കാണാം. അതാണ് ഞങ്ങൾ കയറി വന്ന രണ്ടാമത്തെ സ്റ്റേഷൻ. അവിടെയാണ് ഈ ചെയർ ലിഫ്റ്റിൽ നിന്നും ഇനി ഇറങ്ങുക. അവിടെ നിന്ന് സാധാരണ ഗൊണ്ടോളയിൽ കയറി താഴേക്ക് പോകണം. താഴത്തെ ഈ ഭാഗം മനോഹരമായ ഒരു ടൗൺഷിപ്പ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്, ധാരാളം എന്റർടൈൻമെന്റ് ഫെസിലിറ്റികളുമുണ്ട്. നമ്മുടെ മൂന്നാറിനടുത്ത് പള്ളിവാസലിലോ അതല്ലെങ്കിൽ അതിന്റെ സമീപത്ത് താഴെ എവിടെയെങ്കിലുമോ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ആദ്യം ഒരുക്കണം. ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളുമെല്ലാം പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് മൂന്നാർ ടൗണിന്റെയും തടാകങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും മുകളിലൂടെയൊക്കെ
മനോഹരമായ ഒരു കേബിൾ കാർ യാത്ര നടത്താൻ കഴിയണം. പിന്നെ താഴെ കാണുന്നതുപോലെ ഒരു സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷനിലോ മാട്ടുപ്പെട്ടിയിലോ ചിന്നക്കനാലിലോ സജ്ജീകരിക്കണം. അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക. അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കണം. സർക്കാരിന്റെ 8-10 ഏക്കർ സ്ഥലം അതിനുവേണ്ടി മാറ്റിയാൽ മതി. അത് പ്രൈവറ്റ് കമ്പനികൾക്ക് ലീസിന് കൊടുത്താൽ ഇത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് സിറ്റി അവരുണ്ടാക്കും. അപ്പോൾ മൂന്നാർ ടൗണിലെ തിരക്കുകളെല്ലാം ഒഴിവാക്കാം. പകരം ഇത്തരത്തിലുള്ള ഒരു ഹബ് അതിനടുത്ത് രൂപപ്പെടും. ഈ ഹബിൽ നിന്ന് ഇലക്ട്രിക് കാറുകളിലും ബഗ്ഗികളിലും ഇലക്ട്രിക് ബസ്സുകളിലുമൊക്കെ ആളുകളെ സമീപത്തെ പല ആക്ടിവിറ്റികൾക്കായി കൊണ്ടുപോകാം. മറ്റുള്ള റിസോർട്ടുകളിലേക്ക് പോകേണ്ടതെല്ലാം ആ ഹബിൽ നിന്നുമായിരിക്കണം. ഈ ഇടതുവശത്ത് കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള സംവിധാനങ്ങളാണ്, റോപ്പ് ബ്രിഡ്ജുകളും മറ്റും. ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ മൂന്നാറിലൊക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഗംഭീര സംവിധാനങ്ങൾ തന്നെ ഒരുക്കാവുന്നതാണ്. അതിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ സ്വകാര്യ വ്യക്തികൾ വരും. ഗവൺമെന്റ് സ്ഥലം മാത്രം ലീസിന് കൊടുത്താൽ മതി. അത്തരം ചിന്തകളിൽ മുഴുകിയിരിക്കെ ചെയർ ഏറ്റവും താഴെയെത്തി. ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത കേബിൾ കാറിൽ കയറി താഴേക്ക് പോകണം. ഷിംബുലാക്കിലെ പ്രധാന സ്റ്റേഷനാണിത്. അങ്ങ് മുകളിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇനി ഇവിടെ നിന്നും താഴേക്ക് സഞ്ചാരം തുടരണം.